ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്ന വെറും രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് ഈ ഒരു സീസണിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് CK ടോക്ക് സ്പോർട്സ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് മിസ്റ്റേക്ക് അഥവാ രണ്ട് ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്ന രണ്ട് കാര്യങ്ങളാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സെൻട്രൽ ബാക്ക് ആ ഒരു പൊസിഷൻ കാത്തിട്ടുണ്ടായിരുന്നത് അഥവാ സംരക്ഷിച്ചിട്ടുണ്ടായിരുന്നത് മാർക്കോ ലെസ്കോവിച്ച് എന്ന താരമായിരുന്നു. ആ ഒരു താരത്തെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം കാര്യവും അദ്ദേഹത്തെ നല്ല രീതിയിൽ എല്ലാവർക്കും ഇഷ്ടവുമായിരുന്നു. പക്ഷേ മാർക്കോ ലെസ്കോവിച്ച് പോയതിനു ശേഷം അദ്ദേഹത്തിന് പകരമായി കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിച്ച താരമാണ് അലക്സാണ്ടർ കൊയ്ഫ് എന്ന താരം. ആ ഒരു താരത്തെ നോക്കുകയാണെങ്കിൽ താരം ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ടും കൂടാതെ തന്നെ സെൻട്രൽ ബാക്ക് ആയിട്ടും കൂടാതെ തന്നെ ഡിഫൻസീവ് നിലയിൽ എവിടെ കളിക്കാൻ കൽപ്പുള്ള ഒരു താരമാണ് അലക്സാണ്ടർ കൊയ്ഫ് എന്നുള്ളത്. പക്ഷേ ഈ ഒരു സീസണിൽ നമ്മൾ പ്രതീക്ഷിച്ച അത്ര രീതിയിലുള്ള ഒരു പ്രകടനം പോലും താരത്തിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും അലട്ടുന്ന കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു താരം ഡിഫൻസിൽ കളിക്കുകയാണെങ്കിൽ താരം മാർക്കോ ലെസ്കോവിച്ചിന് പകരക്കാരൻ എന്ന നിലയിലൊന്നും കളിക്കുന്നില്ല. കൂടാതെ തന്നെ മിഡ്ഫീൽഡിൽ കളിക്കുകയാണെങ്കിൽ താരത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ ഇമ്പാക്ട് ഒന്നും ആ ഒരു മത്സരത്തിൽ താരത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. തന്നെ നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഡിഫൻസ് നിലയിലും കൂടാതെ തന്നെ മിഡ്ഫീൽഡ് നിലയും അത്രയധികം എഫേർട്ട് ഇടുന്നുണ്ട് ഓരോ മത്സരത്തിലും കളിക്കുമ്പോൾ. പക്ഷെ അതിനൊക്കെ പകരമായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ ഈസി ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മാർക്കോ ലെസ്കോവിച്ച് പോയതിനു ശേഷം അദ്ദേഹത്തെ പോലെ തന്നെയുള്ള കൂടാതെ അദ്ദേഹത്തെ തന്നെ ആക്യുറസി ഉള്ള ഒരു താരത്തെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. നിലവിൽ ഏതാനും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഡിഫൻസിലൂടെ വാങ്ങുന്ന ഒരുപാട് ഗോളുകൾ കാരണമാണ് ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ കൂടുതലായിട്ടും പരാജയപ്പെട്ടിട്ടുള്ളത്. കൂടാതെ തന്നെ തുടർച്ചയായിട്ടുള്ള 3 തോൽവികൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി എങ്ങനെയോ ഒക്കെ ഒന്ന് ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കി. പക്ഷെ അതിനുശേഷം വീണ്ടും FC ഗോവയോട് ഒരു ഗോളിന് പരാജയപ്പെട്ടിരിക്കുകയാണ് അവസാനം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി. ഏതായാലും ഇനി അടുത്തതായി വരാൻ പോകുന്നത് ബാംഗ്ലൂരു എഫ്സിക്കെതിരായ ശക്തമായ മത്സരമാണ്. അതും അവരുടെ തട്ടത്തിൽ വെച്ചാണ് മത്സരം. ഏതായാലും ആ ഒരു മത്സരം ഇത്തരത്തിലുള്ള ഒരു പ്രകടനം വെച്ച് ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും ജയിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2.4 കോടിയോളം രൂപ മുടക്കിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി അലക്സാണ്ടർ കൊയ്ഫ് എന്ന ഈ ഒരു ഫ്രഞ്ച് ഡിഫൻഡറെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഒരു പൈസക്ക് അഥവാ ഒരു ക്യാഷിനൊത്ത പ്രകടനം താരത്തിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും കഴിഞ്ഞ ആദ്യ ലെവലിൽ ഒന്നും തന്നെ നമുക്ക് അലക്സാണ്ടർ കൊയ്ഫിനെ കാണാനും സാധിച്ചിട്ടില്ല. ഇനി ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ രണ്ടാമത്തെ ഈ ഒരു സീസണിൽ തകരാനുള്ള ടോപ്പിക് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോൾ കീപ്പിംഗ് പൊസിഷനാണ്. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ഈ ഒരു സീസണിൽ ഏറ്റവും നല്ല രീതിയിൽ ഗോൾ കീപ്പറായി നിൽക്കുന്ന ഒരു താരം എന്നുള്ളത് സച്ചിൻ സുരേഷ് എന്ന മലയാളികളുടെ എല്ലാം സ്വന്തം ഗോൾ കീപ്പറാണ്. പക്ഷെ ആ ഒരു സച്ചിൻ സുരേഷ് എന്ന ഗോൾ കീപ്പർ മാത്രം ഉണ്ടായതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഇനി അങ്ങോട്ട് ഒന്നും ഉണ്ടാക്കാൻ അഥവാ ബ്ലാസ്റ്റേഴ്സിന് ഇനി അങ്ങോട്ട് ഒന്നും നേടിയെടുക്കാൻ സാധിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു താരം അഥവാ എങ്ങനെയെങ്കിലും ഒന്ന് പരിക്ക് പറ്റി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ ഗോൾ കീപ്പർ നിൽക്കാൻ പറ്റിയ ഒരു താരം പോലും ഇത് ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോൾ കീപ്പിംഗ് ആ ഒരു സ്ഥാനത്തില്ല എന്നുള്ളതാണ്. ഇനി ആകെയുള്ളത് സോംകുമാറാണ്. സോംകുമാറിനെ ആയിരിക്കും ഇനി സച്ചിൻ സുരേഷ് പരിക്ക് പറ്റി പുറത്തേക്ക് പോവുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് പരീക്ഷിക്കുക. പക്ഷെ സോംകുമാറിനെ ഒന്നും പരീക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹത്തിന് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടതാണ് സച്ചിൻ സുരേഷ് ഇല്ലാത്ത മത്സരങ്ങളിലെല്ലാം തന്നെ ഒരുപാട് ഗോളുകൾ വാങ്ങിക്കൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും സച്ചിൻ സുരേഷിന് പരിക്ക് പറ്റുകയാണെങ്കിൽ അഥവാ ഞാൻ ഇപ്പോൾ പറയും സച്ചിൻ സുരേഷിന് പരിക്കൊന്നുമില്ല എന്നിരുന്നാൽ കൂടി കഴിഞ്ഞ മത്സരത്തിൽ FC ഗോവയ്ക്കെതിരായുള്ള മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് സച്ചിൻ സുരേഷിന്റെ PAവിലൂടെ ആയിരുന്നു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു ഗോൾ അഥവാ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകളെല്ലാം മാറ്റി വെച്ചാൽ അദ്ദേഹം മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു മത്സരത്തിൽ ഒരുപാട് സേവുകളാണ് സച്ചിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ്. കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തെ FC ഗോവയ്ക്കെതിരായുള്ള മത്സരം എടുത്തു നോക്കുകയാണെങ്കിൽ ബോറിസ് സിംഗിന്റെ ഒരു ഉഗ്രൻ ഗോളാണ് നമുക്ക് ആ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സച്ചിൻ സുരേഷിന്റെ PAവിലൂടെ തന്നെയായിരുന്നു ആ ഒരു ഗോളും പോയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ സ്പേസ് തുറന്നു കിട്ടിയപ്പോൾ തന്നെ ബോറിസ് സിംഗ് ആ ഒരു അവസരം മുതലെടുത്തു എന്നുള്ളതാണ്. ഏതായാലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലാണ് അതെല്ലാം അപമാനമായി മാറിയിരിക്കുന്നത്. ഏതായാലും ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റ് ഒരു ചെറിയ കനിവ് തോന്നിയിട്ടെങ്കിലും ഒരു നല്ല ഗോൾ കീപ്പറെ ടീമിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ എന്നുള്ളത്. ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഇല്ലാത്തതിന്റെ എല്ലാ അഭാവവും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു സീസണിലെ തുടക്കം മുതലുള്ള ഇപ്പോൾ വരെയുള്ള എല്ലാ മത്സരങ്ങളും എടുത്ത് നോക്കുകയാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും കൂടുതൽ മുന്നേറ്റം നടത്തിയിട്ടുള്ളത് ലെഫ്റ്റ് ഫോർവേഡ് അഥവാ ലെഫ്റ്റ് വിങ്ങിലൂടെയാണ്. കാരണം അവിടെയാണ് മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹ സദോയ് പന്ത് തട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു താരം മാത്രമാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ ഏറ്റവും നല്ല രീതിയിൽ അഗ്രസീവ് ആയിട്ട് അറ്റാക്ക് നടത്തുന്ന ഒരു താരം എന്നുള്ളത്. അതുപോലെ തന്നെയാണ് റൈറ്റ് വിങ്ങിൽ ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് അറ്റാക്കുകൾ കൂടി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതും കോറോ സിംഗിനെ കൊണ്ടുവന്നതിന് ശേഷമാണ്. പക്ഷേ
മിഡ്ഫീൽഡിൽ നിന്നും ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ് ഇല്ലാത്തതിന്റെ കാരണം നമുക്ക് നല്ല രീതിയിൽ ഇപ്പം മനസ്സിലാകുന്നുണ്ട്. ജീക്സൺ സിംഗിനെ എന്തിനാക്കും ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് കളഞ്ഞത്, അഥവാ ഈസ്റ്റ് ബംഗാളിലേക്ക് കൊടുത്തതെന്ന് ഇപ്പോഴും ഒരു പിടിയുമില്ല. പക്ഷെ എന്നിരുന്നാൽ കൂടി പണമാണ് ബ്ലാസ്റ്റേഴ്സിന് മുഖ്യം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡർ ഇനി അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. ഏതായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ പറയാൻ. ഈ രണ്ട് ടോപ്പിക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കൂടാതെ ഇതിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL ടോക്കുമായി ഞാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.